കുറച്ച് റോസ് പ്ലാന്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാന്റ്സ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 6 ദിവസം ആയിട്ടുണ്ട് പ്ലാന്റ്സ് അവിടെ നിന്ന് അയച്ചിട്ട്. ഇന്നാണ് പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. കുറച്ച് ഡിലേ ആയിട്ടുണ്ട് പ്ലാന്റ്സ് കിട്ടുമ്പോൾ. കാരണം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് വന്നിട്ടാണ് പ്ലാന്റ് കളക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞത് ഇപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഓൺ വോയിസ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം ക്ലിയർ ആവുമെന്ന് അറിയില്ല. കാരണം മഴയും ആ സൗണ്ടും എല്ലാം കൂടെ ആയിട്ടാണ്. അപ്പോൾ ഇത് അത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. കാരണം ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് കണ്ടാലോ. അപ്പോൾ ഇതാണ് വന്നിട്ടുള്ള കൊറിയർ. അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ്. അത് 2 സൈഡും നല്ലപോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കിയാലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ലീഫ് കൊഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. കാരണം ഏകദേശം ഒരു 6 ദിവസം ആയിട്ടുണ്ട് ഈ പ്ലാന്റ്സ് അവിടെ നിന്ന് അയച്ചിട്ട്. അപ്പം നല്ലപോലെ പ്ലാന്റ്സ് കൊഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം എന്തോരം ആണ് നമുക്ക് ആ പ്ലാന്റിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഓർഡർ ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ അയക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. ഒരു 2 വീക്സ് അവർ ടൈം എടുക്കുന്നുണ്ട് പ്ലാന്റ്സ് അയക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത ദിവസം കിട്ടില്ല. പിന്നെ അവരുടെ ഒരു വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് അധികം ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല. നമുക്കത് അവരവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു മെസ്സേജ് വരും ഓർഡർ ആയിട്ടുണ്ട് എന്നുള്ളത്. നമുക്കത് യൂസ് ചെയ്ത് ട്രാക്ക് ചെയ്ത് നോക്കാനുള്ളത് ഏകദേശം 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ട്രാക്കിംഗ് ഐഡിയും കാര്യങ്ങളെല്ലാം കിട്ടും. അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവർക്ക് റീഫണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പം നമ്മുടെ സ്വന്തം റിസ്കിൽ നമ്മൾ പ്ലാന്റ്സ് മേടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിനി ഓരോ പ്ലാന്റ്സ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്ലാന്റ്സ്. ലീഫൊക്കെ ഓൾമോസ്റ്റ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ചിലതിലൊരു ലീഫ് പോലും ഇല്ല. അപ്പോൾ ഇതിനി പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ സ്വന്തം റിസ്ക് ആണ്. കാരണം അവർക്ക് റീഫണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സ്വന്തം റിസ്കിൽ പ്ലാന്റ്സ് മേടിക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ പിടിച്ച് കിട്ടും. അത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു പാക്കിംഗ് എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇതുപോലെ ആയിരിക്കും പ്ലാന്റ്സ് കിട്ടുക. നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് കിട്ടുമ്പോൾ. ചിലപ്പോൾ ലീഫൊന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പം ഡയറക്റ്റായിട്ട് കണ്ടു എന്താണ് ആ പ്ലാന്റ്സിൻ്റെ അവസ്ഥ എന്നുള്ളത്. പിന്നെ ഇതിൽ ഏതൊക്കെ നമുക്ക് പിടിച്ച് കിട്ടും ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോ അപ്ഡേറ്റ്സിലൊക്കെ നമുക്ക് കാണാം. മാക്സിമം ഇതെല്ലാം പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ടൈമിൽ. പിന്നെ പ്ലാന്റ്സ് മാറി വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഞാൻ ഓർഡർ ചെയ്തതിൽ ഒരെണ്ണം ഒരു വൈറ്റ് ഞാൻ നിങ്ങൾക്ക് 2 എണ്ണം ഒരുമിച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അത് എനിക്ക് പ്ലാന്റ് എൻ്റെ കയ്യിലുള്ളൊരു പ്ലാന്റ് തന്നെ ആയിരുന്നു. അത് ഒരു മിനിയേച്ചർ ടൈപ്പ് ഒരു വൈറ്റ്. അത് ഞാനാണോ എന്നറിയില്ല ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാനിതിൻ്റെ റിവ്യൂസ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൻ്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം മേടിക്കാൻ ഇടയാവുന്നത്. അപ്പോൾ പുള്ളിക്കാരിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓൺ റിസ്കിൽ നമ്മൾ പ്ലാന്റ്സ് മേടിക്കുക. പിന്നെ പ്ലാന്റ്സ് കിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഫ്രഷ് ആയിട്ടാവില്ല പ്ലാന്റ്സ് കിട്ടുക എന്നൊക്കെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കുറച്ച് പ്ലാന്റ്സ് കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കാം. പിന്നെ നിങ്ങളൊക്കെ റോസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് മേടിച്ച് അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ചെയ്യുന്നത്. പിന്നുള്ളൊരു കാര്യം നിങ്ങളുടെ കൊറിയർ ചാർജിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളിപ്പോൾ ഞാൻ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്ന സമയത്തായാലും കൊറിയർ ചാർജ് ഓവറാന്ന് പറഞ്ഞിട്ടൊക്കെ കുറച്ച് പേര് പറയണ്ട. ഞാനൊരു 80, 90, 100 റുപ്പീസൊക്കെയാണ് പ്ലാന്റ്സിനെ മേടിക്കുക. നമ്മുടെ 1 കിലോ വരെയുള്ള പ്രൈസ് ആ ഒരു നമ്മുടെ പ്ലാന്റിൻ്റെ പാക്കറ്റ് അനുസരിച്ചിട്ട് പ്രൈസ് ചേഞ്ച് ആവാറുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാനും മേടിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പോൾ ഒരു 500 രൂപയ്ക്ക് നമ്മൾ പ്ലാന്റ്സ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ 500, 600 റേഞ്ചിൽ കൊറിയർ ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേടിക്കുന്ന എമൗണ്ട് ഇപ്പോൾ 1000 രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1200 നമ്മൾ കൊറിയർ ചാർജിന് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഇഷ്യൂ കൂടെ വരാറുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ ഓൺ റിസ്കിൽ പർച്ചേസ് ചെയ്യുക. അവരുടെ കയ്യിൽ നിന്ന് യാതൊരു തരത്തിലുള്ള റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് മേടിക്കുക. പിടിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടം പറയാനോ പരിഭവം പറയാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് പ്ലാന്റ്സ് വേണമെന്നുള്ളവർ മേടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം തുടർന്നുള്ള വീഡിയോസിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും 1 വീക്കിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് അറിയാൻ പറ്റും. നമ്മുടെ കയ്യിൽ നിലനിൽക്കുമോ നശിച്ചു പോവോ എന്നുള്ളതെല്ലാം. ഇതൊന്നും നാടൻ പ്ലാന്റ്സ് അല്ല. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം ബഡ്ഡിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഇതൊക്കെ എത്ര എണ്ണം നമുക്ക് പിടിച്ച് കിട്ടും ഇല്ല എന്നുള്ളതൊക്കെ നമുക്കുള്ള തുടർന്നുള്ള വീഡിയോസിൽ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളുക. ഏതൊന്നുമില്ല, കൊറിയർ ചാർജ് കൂടുതലാവും. നമ്മൾ 500 രൂപയ്ക്ക് മേടിച്ച് 500, 600 രൂപ നമ്മൾ കൊറിയർ ചാർജിനായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം.
ഞാൻ മേടിച്ചിരിക്കുന്നത് പുഷ്പാഞ്ജലി അശോക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. വെബ്സൈറ്റിൽ അവരുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് പുഷ്പാഞ്ജലി അശോക് എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ആപ്ലിക്കേഷൻ അതിനകത്ത് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും അവൈലബിൾ അല്ല. നമ്മുടെ കോഡ് വരുന്നില്ല. നമുക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ, പേടിഎം അതൊക്കെയാണ് വരുന്നത്. നമ്മൾ പ്ലാന്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ചക്കുള്ളിലായിരിക്കും അവരവിടെ നിന്ന് അയക്കുക കേട്ടോ. വേറെ നമ്മുടെ ഫോൺ വിളിച്ച് കൺഫർമേഷൻ അങ്ങനെ ഒന്നും നമുക്ക് വരുന്നില്ല. വാട്സപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഓർഡർ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുക, പർച്ചേസ് ചെയ്യുക. 2 വീക്സിനുള്ളിൽ അവർ പ്ലാൻസ് അയച്ചു തരും. DTDC ത്രൂ ആയിരിക്കും പ്ലാൻസ് അയക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റോസ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവർക്കൊക്കെ ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.